ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭി അങ്ങനെ ഇടിച്ച് ഇഞ്ച പരുവാക്കിയിട്ടിരിക്കുക കേട്ടോ നമ്മുടെ നന്ദു. ശ്വാസം പോലും ഇടാൻ പറ്റാതെ അഭി അവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ കനകയും ഗോവിന്ദേട്ടനും അതുപോലെ നവ്യയും ഒക്കെ ഇരുന്ന് സംസാരിക്കുക. അപ്പം നവ്യയോട് കനക പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്, അവനില്ലാത്ത സ്വഭാവങ്ങളെ ഒന്നുമില്ല എന്നും പറഞ്ഞു. നീ തന്നെ എത്രയോ തവണ അവനുമായി പിണങ്ങി ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് എന്ന് കനക നവ്യയോട് ചോദിച്ചു. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നിന്റെ ജീവിതം നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് ഗോവിന്ദേട്ടൻ പറയുക. ആദർശിന് വേണ്ടി ആലോചിച്ച പെണ്ണല്ലേ നീ, എന്നിട്ട് ആദർശിന് മോളെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിടയിലേക്ക് അഭി ഇടിച്ചു കയറി വന്നത്. അപ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷെ അവൻ കുറച്ച് നാളായിട്ട് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നവ്യ പറഞ്ഞു. പ്രത്യേകിച്ച് എൻ്റെ പ്രസവത്തിനൊക്കെ മുൻപ്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനോടും ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയുള്ള അവനെ എനിക്ക് തെറ്റുകാരനായിട്ട് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയനയും ആദർശവും കൂടെ കയറി വരുന്നത്. രണ്ടുപേരും എത്തിയല്ലോ. അമ്മ വെള്ളം തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂത്ത മരുമോനെ എന്ന് നവ്യ പറയുവാണേ. ഞാൻ അച്ഛനെയും കൂട്ടിയിട്ടേ സ്റ്റേഷനിലോട്ട് പോയി, എന്നിട്ട് ഒരുത്തി അബിയെ വിട്ടില്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ നയനയോട് പറയുക. ജാമ്യം കൊടുക്കില്ല എന്ന് അവൾ തറപ്പിച്ച് തന്നെ പറഞ്ഞെന്നും പറഞ്ഞു. ഇങ്ങേര് പറഞ്ഞു കാണും അബിയെ ജയിലിൽ കയറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ആദർശിന് ഇങ്ങനെ കുറ്റം പറയുന്നു. ഇത് കേട്ടപ്പം ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അവൻ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നയനെ പറയുവാണ്. അപ്പം ഇയാൾ ചെയ്തില്ലേ തെറ്റ്? ഇയാൾ ചെയ്തതെന്താ തെറ്റല്ലേ എന്ന് നവ്യ അന്നേരം എല്ലാവരോടും ചോദിക്കുമ്പം എന്തു പറഞ്ഞാലും ആദർശേട്ടൻ്റെ നേരെ നിങ്ങൾക്ക് പഴി ചാരണം അല്ലേ ചേച്ചി എന്ന് നയന ചോദിക്കുക. അനന്തപുരി തറവാടിൻ്റെ സൽപ്പേര് കളഞ്ഞത് അഭിയും അവൻ്റെ അമ്മയും കൂടിയാണെന്ന് നയന പറയുമ്പം നെഞ്ചിത്തൊട്ട് നിനക്ക് പറയാവോ ഇയാൾ അനന്തപുരി തറവാടിൻ്റെ പേര് കളഞ്ഞിട്ടില്ല എന്ന്? അപ്പോഴേക്കും നയന മിണ്ടുന്നില്ല. അഭി പണ്ടും മുതലേ അത്യാവശ്യം തെറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇയാളാണ് മിസ്റ്റർ ക്ലീൻ ആയിട്ടിരുന്നത്. അയാൾ കാണിച്ചത് നിനക്ക് പറയാവോ ചെയ്തില്ല എന്ന്? അനന്തമൂർത്തി എന്ന തറവാട്ട് കാരണവർ കഴിഞ്ഞാലേ പിന്നെ ആ വീട്ടിലെ സൽഗുണ സമ്പന്നനായ കൊച്ചുമോനാണ് ആദർശ്. അതുകൊണ്ടാ ഇങ്ങേര് കമ്പനിയുടെ തലപ്പത്തെത്തിയതെന്നൊക്കെ പറയുമ്പം നവ്യ നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. പക്ഷെ അതിനു വേണ്ടി വെറുതെ എന്നെ പഴിചാരാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടടോ, ആ കുഞ്ഞിനെ പറ്റിയെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് നന്ദുവിനോടൊന്ന് വിളിച്ചു പറയായിരുന്നു എൻ്റെ അബിയെ ജാമ്യത്തിൽ വിടണം എന്ന് പറയുന്നത് കേട്ടപ്പം ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ എന്തിനു വേണ്ടിയിട്ട് ഈ പ്രവൃത്തികളൊക്കെ ചെയ്ത് കൂട്ടുന്നത്? അവനെ ഒതുക്കിയത് ആരാ? അവനെ ആ കമ്പനിയിൽ ഒരു സ്റ്റാഫാക്കി മാത്രം മാറ്റിയത് ആരാ? അവനെന്താ പണത്തിന് ആവശ്യമൊന്നും ഇല്ലേ? അപ്പോൾ അവൻ എന്താവശ്യമുണ്ടെന്നാ ചേച്ചി പറയുന്നേ? അവൻ ആവശ്യമുള്ളതൊക്കെ ആദർശേട്ടൻ കൊടുക്കുന്നില്ലേ എന്ന് നയനി അന്നേരം ചോദിച്ചു. അപ്പോൾ അവന് ചെലവിന് പോലും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ മോളെ വീട്ടിൽ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കാം. അപ്പോൾ എന്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ ചെലവിൽ കഴിയുന്നതിനെ ഒരു പരിധിയൊക്കെ ഉണ്ടെന്ന് നവ്യ ഇവരോട് തർക്കിക്കാൻ നിന്ന്. അതുകൊണ്ട് ഏതൊരാളും സ്വന്തം ബാങ്ക് ബാലൻസ് കൂട്ടാനേ ശ്രമിക്കത്തുള്ളൂ എന്നും പറഞ്ഞു. ധേരരാനിയനെ ഉയർത്തി വിടുന്നുണ്ടല്ലോ, അത്ര ഒന്നും വേണ്ട. അവന് ഒരു ബ്രാഞ്ചെങ്കിലും നിങ്ങൾക്ക് മാന്യമായി കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ കൊടുത്തതല്ലായിരുന്നോ? എന്നിട്ടേ അവൻ അതിനുള്ള യോഗ്യതയില്ല എന്നറിഞ്ഞിട്ടല്ലേ അവനെ വെറും സ്റ്റാഫ് ആക്കിയെന്ന് ചോദിച്ച് ആദർശ് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ യോഗ്യതയുണ്ടല്ലോ, എൻ്റെ അബിക്ക് മാത്രം അതില്ല. സാരമില്ല, നാളെ സ്കൂളിൽ ചേരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാർ പറഞ്ഞോളും അവൻ ജയിൽ പുള്ളിയുടെ മകനാണ്. ഇവൾക്കൊരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ മൂർത്തീസ് കമ്പനിയുടെ MD കുഞ്ഞിന് മുന്നേ ചന്തുമോൾ എന്നൊരു മകളുണ്ടെന്നും അനഘ എന്ന പെൺകുട്ടിയെ ഇയാൾ വഞ്ചിച്ചതാണെന്നും ആരും പറഞ്ഞു നടക്കില്ലല്ലോ എന്നൊക്കെ നവ്യ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. ഇത് കേട്ടിട്ടും നയനൊരു അക്ഷരം മിണ്ടുന്നില്ല. അതൊക്കെ അങ്ങ് പെട്ടെന്ന് മാഞ്ഞു പോയില്ലേ? നിങ്ങൾക്ക് എന്തും ചെയ്യാം. അബിയും അബിയുടെ അമ്മയും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് മഹാ അപരാധമാണ് അല്ലേ? പൊറുക്കാൻ പറ്റാത്ത തെറ്റാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ കിടന്ന് ഒച്ച വെച്ചങ്ങ് ഇതാവുക. സൽക്കരിക്ക് മൂത്ത മരുമോനും മോളും വന്നതല്ലേ, എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് നവ്യ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യേ എന്നും പറഞ്ഞ് വിളിച്ച് നിർത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഗോവിന്ദേട്ടൻ പറയാം, മോനെ ഇതൊന്നും കണക്കാക്കണ്ട, അവൾ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണെന്ന്. അപ്പോൾ നവിക്ക് ദേഷ്യം അത്രയും നന്ദൂട്ടനോടാണെന്ന് അമ്മ പറയുമ്പോൾ ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അമ്മയെ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ആദർശ് അമ്മയോട് പറയണം. എന്ന് വെച്ചാൽ അവ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനൊരു ബാധ്യതയാണെന്ന കാര്യം ആദർശ് ഇങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് നയന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ഉള്ള കാര്യം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷെ അത് നയന പറയുന്നുമില്ല, ആരെ കൊണ്ടിട്ട് പറയിപ്പിക്കുന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ നവ്യ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു നന്ദുവിനെ കാണാനായിട്ട്. അപ്പോൾ നന്ദു അവിടെ എന്തൊക്കെയോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നവ്യ ഇടിച്ചു കയറി അങ്ങ് ചെന്നു. വീണ്ടും വന്നു നന്ദു ചോദിക്കുമ്പം വന്നടി വന്നു, ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടേ പോവത്തുള്ളൂ എന്നും പറഞ്ഞു നവ്യ. കണ്ടോ,
ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവൻ ലോക്കപ്പിൽ കിടപ്പുണ്ട്, ആ ക്രിമിനൽ എന്ന് നന്ദു പറയുമ്പം ക്രിമിനൽ അവനല്ലടി, നീയും നിന്റെ ചേച്ചിയും കൂടെ ആരാധിക്കുന്ന വേറൊരുത്തനുണ്ടല്ലോ അവിടെ, അവനാണെന്നൊക്കെ പറയാം നവ്യ. ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ചവൻ അവനെയാണ് ക്രിമിനൽ എന്ന് വിളിക്കേണ്ടതെന്ന് പറയുമ്പോൾ ചേച്ചി പോകുന്നുണ്ടോ, വീട്ടിലെ സംസാരം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു നന്ദു. സംസാരിക്കടി, ഞാൻ സംസാരിക്കുമെന്നായി നവ്യ. നിനക്ക് സഹിക്കാൻ മേലെങ്കിലേ നീ എന്നെ കൂടെ പിടിച്ച് ലോക്കപ്പിൽ ഇടടി എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുമ്പോഴേക്കും അല്ല അമ്മായിയമ്മയെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ, അവൻ ഈ പരുവത്തിലാക്കി അവൻ്റെ അമ്മയെ എവിടെ പോയി ആ ജലജ. അപ്പം ദേ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടൊന്നും അല്ല ഞാൻ വന്നത്, എൻ്റെ അബിയെ ജാമ്യത്തിൽ വിടണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് നവ്യ പറയുമ്പം അവൻ ചെയ്ത തെറ്റുകൾ മുഴുവൻ മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത്. ഇനി അവനോട് സിമ്പതി കാണിക്കാനേ അവൻ്റെ ഭാഗത്ത് ഒരു നന്മ പോലും ഇല്ല എന്ന് നന്ദു പറയണം. അടിമുടി തെറ്റിൽ കുളിച്ച് നിൽക്കുന്നവനാണവൻ. അതെല്ലാം തുറന്നു പറഞ്ഞാലുണ്ടല്ലോ ലോക്കപ്പിൽ കിടക്കുന്നവൻ്റെ മുഖത്തടിക്കും ചേച്ചി എന്ന് നന്ദു പറഞ്ഞു. പറയാനുള്ളത് തുറന്നു പറയടി, എന്തിനാ വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്കും നയനയ്ക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് തോന്നിവാസം വേണമെങ്കിലും പറയാം, കാണിക്കുകയോ ഒക്കെ ചെയ്യാം. ആദർശനാണെങ്കിൽ അതിനുള്ള ലൈസൻസ് നിങ്ങളങ്ങ് കൊടുത്തേക്കുക, ആദർശധീരനായ അവൻ്റെ മുത്തശ്ശൻ പോലും. പിന്നെ എൻ്റെ അബിക്കോ അവൻ്റെ അമ്മയ്ക്കോ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് പരിപ്പിച്ച് പിന്നെ വലിയ സംഭവമാക്കിക്കോളൂ എന്നും പറഞ്ഞു. അപ്പോൾ മര്യാദക്ക് ചേച്ചി ഇറങ്ങി പോകാൻ നോക്ക്. ഇനി എൻ്റെ ചേച്ചിയാണ് കൂടപ്പിറപ്പാണെന്നുള്ള ബന്ധം വെച്ച് എൻ്റെ കാല് പിടിച്ചാലും ശരി, ആ ക്രിമിനലിനെ ഞാൻ ജയിലിലാക്കിയിരിക്കുമെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഇങ്ങനെ ഒരുത്തി അനിയത്തിയായിട്ട് വേണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് വലിയ തുള്ളുക. ഇനി നീ ചേച്ചിയാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട എന്ന് പറഞ്ഞു നവ്യ. അല്ലെങ്കിലും എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഞാൻ ചേച്ചിയായി കണ്ടിട്ടുള്ളത് എൻ്റെ നയനേച്ചിയെ മാത്രം. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ എൻ്റെ മൂത്ത ചേച്ചി ഒരു ചേച്ചിയുടെ സ്വഭാവമൊക്കെ കാണിച്ചായിരുന്നു. ഇനിയിപ്പം പഴയതുപോലെ തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ആയിക്കോ, എന്നാലും ശരി, സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ലാത്ത ഒരു ക്രിമിനലിന് ഞാൻ ഒരു സൗജന്യവും ചെയ്ത് കൊടുക്കില്ല എന്ന് നവ്യയോട് നന്ദു പറയുമ്പോൾ ആയിക്കോടി. അബിയെ ആദ്യം ബിസിനസ്സിൽ നിന്ന് അകറ്റി ജ്വല്ലറിയിലെ വേറൊരു ഒരു എംപ്ലോയി ആക്കി മാറ്റി, ഇപ്പം കള്ളക്കടത്ത് നടത്തിയെന്നും പറഞ്ഞ് അവനെ ലോക്കപ്പിലും ആക്കി. ഇതൊക്കെ കേട്ടിട്ട് നന്ദു ഒന്നും മിണ്ടുന്നില്ല. നന്ദുവിന് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് തെറ്റായി പോയെന്ന് കാലം തെളിയിക്കുവടി എന്നൊക്കെ നവ്യ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുക സത്യം അറിയാതെ. ഇനി അനന്തപുരി തറവാട്ടിൽ ആർക്കും ഞാൻ സമാധാനം കൊടുക്കില്ല, നീ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യയുടെ വലിയ ശപഥം കഴുത്തിന് പിടിച്ച് കുത്തി പുറത്താക്കുകയും ചെയ്തു നമ്മുടെ നവ്യയെ നന്ദു. അത് കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ കൊതുകടിയൊക്കെ കൊണ്ട് അബി ഇങ്ങനെ കിടക്കുന്നതും കണ്ട് ചങ്ക് തകർന്ന് നവ്യ വന്ന് ഇങ്ങനെ നിൽക്കുക. അബി എന്നും പറഞ്ഞ് വിളിച്ചു. ഭാര്യയെ കണ്ടപ്പോഴത്തേക്ക് അബിക്ക് എവിടത്തെങ്ങല്ലാത്ത വേദനയും വിഷമവും ഒക്കെ പറന്നു വന്നു കേട്ടോ. അയ്യോ എന്നും പറഞ്ഞിങ്ങനെ ചെല്ലുക. നിന്നെ തല്ലിയോടാ അവൾ ഒരുപാട് എന്ന് നവ്യ ചോദിക്കുമ്പോൾ ആ തല്ലിയെന്ന് പറഞ്ഞു. അവളുടെ കയ്യിലെ തരിപ്പ് തീരുന്നത് വളരെ അവൾ എന്നെ തല്ലിയടി എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നവ്യ അവളോട് പറയാം. നന്ദുവാണോ തല്ലിയത്? അപ്പം അത് കേട്ടപ്പോൾ നവ്യക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ വിചാരിച്ചത് അവൾ മറ്റു പോലീസുകാരെ കൊണ്ട് തല്ലിച്ചു എന്നാണെന്ന് പറയുമ്പോൾ അല്ല, അവൾ തന്നെ എന്നെ തല്ലിയത്, അവൾ ഒരുമാതിരി വൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് എന്നെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി പെരുപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് എന്നോടോ നിന്നോടോ വൈരാഗ്യം വരേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് നവ്യ അഭിയോട് പറയുവാണ്. ദേ ഞാനിപ്പോൾ അവളുടെ മുറിയിലേക്ക് ചെന്നപ്പോഴും എന്നെ ആട്ടി വിടുകയായിരുന്നു അവളെന്ന കാര്യം നവ്യ അഭിയോട് പറയുക. ദേ ജാമ്യത്തിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് അവൾ തരത്തില്ല എന്ന് അഭി പറയുവാണ്. അത് കേട്ടപ്പോഴത്തേക്കും നവ്യയ്ക്ക് പിന്നെയും സങ്കടം. അവളുടെ നയനേച്ചി അവളോട് പറഞ്ഞു കാണും ആദർശേട്ടനെ പോലെ എന്നെയും ആക്കി മാറ്റണമെന്ന്. അതായിരിക്കും ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് നുണ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആ വീട്ടിലെ തല്ലിപ്പൊടിയായ കൊച്ചുമോൻ ഞാനാണെന്ന് പുറത്തുള്ളവർ പറയണമെന്ന് നയനിയായിരിക്കും അവളെ ചട്ടം കെട്ടിയതെന്നൊക്കെ പറയുമ്പം അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നതെന്ന് നവ്യ അഭിയോട് പറയണം. അല്ലെങ്കിൽ അവൾക്കും അനന്തപുരിക്കാർക്കും ഇത് അത്ര വലിയ കേസായി തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇതിനേക്കാളും എത്ര വലിയ തെറ്റാ ആ ആദർശ് ചെയ്തത് ചോദിക്കുമ്പം അതൊന്നും അവളുടെ കണ്ണിൽ തെറ്റല്ലല്ലോ എന്ന് അഭി. പിന്നെ ആദർശും അനിയുമാണ് അനന്തപുരിയിലെ കൊച്ചുമക്കൾ. ഞാൻ വെറും പുറമ്പോക്കല്ലേ എന്ന് ആദർശ് ചോദിക്കുക. എൻ്റെ അമ്മയും അങ്ങനെയല്ലേ? അപ്പോൾ അത് നിൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴും ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ദേ ഇപ്പം എനിക്കത് മനസ്സിലായിടാ, എല്ലാം മനസ്സിലായി. അപ്പം നീ എന്നാ ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. എൻ്റെ ഭാര്യയായി വന്നതുകൊണ്ട് മാത്രം ദേ നീയും ഇപ്പം ആ വീട്ടിൽ പുറമ്പോക്കാണെന്ന് നീ അത് കരുതിയിരിക്കണം. നമ്മുടെ കുഞ്ഞും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ നവ്യയ്ക്ക് സഹിക്കുന്നില്ല. നയനയ്ക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് അവിടെ ഒരു സ്ഥാനവും ഉണ്ടാകില്ലെന്ന കാര്യവും പറയുവാണ്. അപ്പോൾ നവ്യയ്ക്ക് ദേഷ്യം. നോക്കിയും കണ്ടും ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദേ വെറും ഒരു ചോദ്യചിഹ്നമായി മാറും എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ വിഷം കുത്തിവെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ജീവിതം നമ്മുടെ കുഞ്ഞിനും കിട്ടില്ല എന്നൊക്കെ പറയുമ്പം ആ വീടിനെ തകർക്കാനായി വന്നൊരുത്തി പോയി അനാമിക. പക്ഷേ
പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അവളെക്കാളും കുഴപ്പമുണ്ടാക്കും ഞാൻ ആ വീടിനകത്ത്. ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവർക്കും സങ്കടം ഞാൻ ഉണ്ടാക്കിയിരിക്കുമെന്ന് നവ്യ പറയുമ്പം അതോടൊപ്പം ഒരുത്തനുണ്ടല്ല ഇനി അവൻ ഒരു കാരണവശാലും എന്നെ തല്ലി ചതച്ച് അവളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് നവ്യയോട് അഭി പറയുമ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് അഭിയോട് നവ്യ പറയുക കേട്ടോ. അനിയുടെ അമ്മയ്ക്ക് അതിനോടുള്ള വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും പഴയതുപോലെ എല്ലാവരോടും ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. ചെറുതായിട്ട് മാറിയിട്ടൊക്കെ ഉണ്ട് എന്നിങ്ങനെ നവ്യ പറയുക. പക്ഷേ അവരെ ഞാൻ ഇനി തിളപ്പിക്കും. അതോടൊപ്പം നന്ദുവിനെയും ഞാൻ തിളപ്പിക്കുമെന്ന് പറയുവാണ്. എന്നിട്ട് അവയുടെ കൈയൊക്കെ പിടിച്ച് എൻ്റെ അനിയത്തി എന്ന് പറയുന്നവളെ അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും അഭി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പറയും. ഇവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നവ്യയിൽ നിന്ന് ഇവന് കിട്ടി. ഇപ്പോൾ നവ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ദുഷ്ടൻ്റെ ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുവാണ്. എൻ്റെ ചോര വീണെടുത്ത് ഇവള് മാറും, ഇവളെ ഞാൻ മാറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആവി ഇങ്ങനെ അവിടെ സ്വയം പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ജാനകിയും ജലജയും കൂടെ അവിടെ സംസാരിക്കുക. ജലജ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിനക്കും നവ്യയ്ക്കും ഒപ്പമായിരുന്നു ഞാനും എന്ന് പറഞ്ഞ് ജാനകി പറയുക. എന്നാൽ ഇപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ മരുമകളും അവളുടെ വീട്ടുകാരും ഏത് തരക്കാരാണെന്നുള്ളത്. ഇപ്പോൾ ജലജ അന്തം വിട്ട് നോക്കുക ജാനകി പറയുന്നത് കേട്ടിട്ടേ. അവർക്കെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അഭിയാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കും പറ്റില്ല എന്ന് ജാനകി പറയുമ്പോൾ വേണ്ടടി, നീ സപ്പോർട്ട് ചെയ്യണ്ടടി, ആരും എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യണ്ടടി, അവൻ ജയിലിൽ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുള്ളുമ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ജോലി ഇല്ലെങ്കിൽ പോലും അവന് ജീവിക്കാം, പിന്നെ എന്തിനാ അവൻ വളഞ്ഞ വഴിയിലൂടെ ഇങ്ങനെ പൈസ സമ്പാദിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പറയുമ്പോഴേ മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റുണ്ടാകാൻ പാടില്ലമ്മേ എന്ന് പറഞ്ഞു ജലജ. മറ്റുള്ളവരുടെ കാര്യം ആദ്യം നീ വിട് ജലജ, നീ നിന്റെ മോനെ പറ്റി സംസാരിച്ചാൽ മതി എന്ന് മുത്തശ്ശി പറഞ്ഞു. അവൻ കാരണം ഈ വീട്ടിലുണ്ടായിട്ടുള്ള തലവേദനകൾ ചില്ലറയൊന്നും അല്ല. ബാക്കി 2 കൊച്ചുമക്കളും ഞങ്ങൾക്ക് അഭിമാനമായി തന്നെയാണ് ജീവിക്കുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഓ എന്നും പറഞ്ഞിരിക്കുക ജലജ. ദേഷ്യം വന്നിട്ടെ അതെല്ലാം ഇല്ലാണ്ടാക്കുന്ന പ്രവർത്തികളാണ് നിന്റെ മോൻ്റെ കൈവശം ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ട് നവ്യ കയറി വന്നു. എത്ര ഉപദേശിച്ചാലും നന്നാവാത്ത ഒരു അസുര വിത്ത്. അപ്പോഴത്തേക്കും ജലജ നവ്യയെ കണ്ടു. എന്തായി മോളെയും ചോദിച്ചു. എന്താവാനാ, പോയി കാണ, വെറുതെ അവനെ ലോക്കപ്പിലിട്ടിരിക്കൊന്നുമല്ല, തല്ലി ചതച്ചൊരുത്തി എൻ്റെ സ്വന്തം അനിയത്തി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക കേട്ടോ. വേറെ ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റാൻ വലിയ ആവേശമായിരുന്നല്ലോ എന്ന് പറഞ്ഞു നവ്യ കിടന്ന് തുള്ളുക. അങ്ങനെയുള്ളവരെല്ലാം പോയി കാണാൻ പറഞ്ഞു, കണ്ട് സന്തോഷിക്കാനും പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പം നന്ദു ഒരുപാട് അവനെ തല്ലിയല്ലേ എന്ന് ജലജ ചോദിക്കുമ്പോൾ തല്ലി അമ്മേ, ഒരുപാട് തല്ലി, ദേഹം മുഴുവനും വേദനയാണെന്ന് അവൻ പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടുന്ന് അവൻ്റെ മുത്തശ്ശൻ അവനെ തല്ലി തന്നെയല്ലേ വിട്ടതെന്ന് ചോദിച്ചു മുത്തശ്ശി. എന്നിട്ട് അവനെ തല്ലാനുള്ള സ്വാതന്ത്ര്യവും നൽകിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. എന്നാലും അവളുടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവല്ലേ അവൻ, അങ്ങനെയുള്ളപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുക. കുറ്റം തെളിയിക്കാൻ ചിലപ്പോൾ തല്ലേണ്ടതായിട്ടൊക്കെ വരുമെന്നും ഒരിക്കലും അവൻ സത്യം പറയില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുക. അപ്പോൾ അത് പറയിപ്പിക്കണ്ടേ അവനെ കൊണ്ട് എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ ജലജയോടും പറഞ്ഞു. അപ്പോൾ ജലജ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറിയുടെ മുഖത്താണ് അവൻ കരിവാരി തേച്ചിരിക്കുന്നതെന്നും ഓൺലൈൻ ചാനലിലൊക്കെ ന്യൂസ് വന്നു കഴിഞ്ഞു, നാളെ പത്രത്തിലും അത് വരും, മൂർത്തീസ് ജ്വല്ലറി വഴി കള്ള സ്വർണം വിറ്റ കഥ എന്നും പറഞ്ഞു ദേവയാനി പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ജലജ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. അതൊക്കെ ജ്വല്ലറിക്ക് മോശം പേരല്ലേ മോളെന്ന് ജാനകി ചോദിക്കുമ്പം അതെ മോശം പേരാ, അതിലും വലിയ പേരുകൾ സമ്പാദിച്ച് തന്നവർക്കൊന്നും ഇവിടെ ഒരു കുഴപ്പവും ഞാൻ കണ്ടില്ല, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ എൻ്റെ ഭർത്താവിനെയാ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെയാ ലോക്കപ്പിൽ പോയി കണ്ടിട്ട് വരുന്നതെന്ന് നവ്യ പറയാം. അത് ഇടി കൊണ്ട് ചതഞ്ഞ് കിടക്കുന്ന എൻ്റെ അഭിയെ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സമാധാന വാക്കുപോലും പറയാതെ ഈ രീതിയിൽ സംസാരിക്കുന്നവരാ ഈ വീട്ടിലുള്ളവരെന്നൊക്കെ പറഞ്ഞ് നവ്യ പറയുമ്പം മോളെ അവൻ ചെയ്ത തെറ്റ് അതുപോലെയുള്ളതാണെന്ന കാര്യം മുത്തശ്ശി നവ്യയോട് മാന്യമായി പറഞ്ഞു. അപ്പം തെറ്റ് ചെയ്യാത്തവരാണോ ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ജലജ ചോദിച്ചു. അതുകൊണ്ട് അവനെ ആർക്ക് വേണമെങ്കിലും കല്ലെറിയാവല്ലോ അല്ലേ എന്നൊക്കെയാണ് ജലജയുടെ ചോദ്യം. എൻ്റെ അനിയത്തിയുണ്ടല്ലോ നന്ദു, അവളാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് നവ്യ എല്ലാവരോടും പരസ്യമായി വെല്ലുവിളിക്കുക. അനന്തപുരിയിൽ വന്ന് അവൾ കൊതിച്ചതാ കാക്കിയിട്ട് നടക്കാൻ, ഞങ്ങളും അതിനു വേണ്ടി അവളെ പ്രോത്സാഹിപ്പിച്ചതുവാ. അതുകൊണ്ട് തന്നെ അവൾ SI ആയപ്പോഴേ വലിയ സന്തോഷമായിരുന്നു എനിക്ക്. എന്നിട്ട് പോലീസ് യൂണിഫോമിനുള്ളിൽ കയറിയപ്പോൾ അവൾ ബന്ധവും സ്വന്തവും ഒക്കെ അങ്ങ് മറന്നു, മറ്റുള്ളവരുടെ മുഖവും മറന്നു എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ തോന്നിയതെന്നൊക്കെ പറഞ്ഞ് തുള്ളുവാണ്. അത് ഞാൻ വെറുതെ വിടില്ല എന്ന് ആരും കരുതുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അനന്തപുരിയെ നിന്ന് വെല്ലുവിളിക്കുന്നത്.
ദേ അമ്മായി അവളെ ഈ വീടിനകത്ത് കയറ്റില്ല എന്ന് ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇനി അമ്മായിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായാലും ശരി, ഞാൻ മാറാൻ പോകുന്നില്ല എന്ന് നവ്യ പറയണു ജാനകിയോട്. ഈ തറവാട്ടിൽ അവള് കാലുകുത്താൻ പാടില്ല എന്നും പറഞ്ഞ് അനിയെ വിവാഹം കഴിച്ചിട്ട് മാത്രമല്ല, അല്ലാതെയും അവൾ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് ഇങ്ങനെ ഒരു വലിയൊരു ഇതിങ്ങനെ പറയുക. ഇനി അതല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീടിന് പുറത്ത് പോകണമെങ്കിൽ അതും ചെയ്യാമെന്ന് നവ്യ ഇവരോടൊക്കെ പറയണു. ഞങ്ങൾ അന്യരാണല്ലോ എന്താണേലും. ചന്തുമോളെന്ന് പറഞ്ഞ് ഒരുത്തി എവിടുന്നോ കയറി വന്നു. അന്ന് അവളോട് കാണിച്ച സ്നേഹം പോലും എൻ്റെ കുഞ്ഞിനോട് ആരും കാണിച്ചിട്ടില്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി അലറി വിളിച്ച് പറയുക. ആരൊന്നും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കാം. അവസാനം ഒരുപാട് പരാതി പറഞ്ഞ ശേഷമാണ് എല്ലാവരും എൻ്റെ കുഞ്ഞിനൊന്ന് ശ്രദ്ധിക്കാൻ പോലും തുടങ്ങിയത്. അതിൽ നിന്ന് തന്നെ എനിക്കെല്ലാം മനസ്സിലായി ഞങ്ങൾ അന്യരാണെന്ന്. അതും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജലജയും പിന്നെ അങ്ങ് പോകുക കേട്ടോ. അമ്മായിമ്മയും മരുമോളും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ 3 പേരും കൂടി ഇങ്ങനെ ഇവിടെ നിൽക്കുക. അപ്പോൾ ഇതിനൊക്കെ എന്താ മോളെ പറയേണ്ടതെന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോൾ ഒന്നും പറയണ്ട അമ്മേ, ആ അനക്കയെ അവളുടെ വീട്ടിൽ പോയി കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയവനാണ് അഭി എന്ന് ദേവയാനി പറയുമ്പോൾ ജാനകി അന്തം വിട്ടിങ്ങനെ നോക്കുക. ആ കൊച്ചിപ്പോൾ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞപ്പോൾ അത് ശരി, ഇതിനിടയ്ക്ക് അത് സംഭവിച്ചോന്നു ജാനകി ചോദിച്ചു. അതെന്തിനാ അനഘ അവൻ അങ്ങനെ ചെയ്തത് എന്ന് ജാനകി ചോദിക്കുമ്പം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോളെ പറയാൻ. ഇനിയിപ്പോൾ അതേപ്പറ്റിയൊന്നും ചോദിക്കണ്ട എന്ന് മുത്തശ്ശി ജാനകിയോട് പറഞ്ഞു. അവനൊരാളെ കൊല്ലാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ എന്ന് ദേവയാനി പറയുക. നാളെ ചിലപ്പോൾ അനഘ രോഗമൊക്കെ മാറി വീട്ടിലേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടാവാം അങ്ങനെയൊക്കെ അവൻ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ജാനകി ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്കും ഈ തറവാട്ടിലൊരു അവകാശം ഉണ്ടല്ലോ. അങ്ങനൊരു തെറ്റ് ആദർശിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് ജാനകി ദേവയാനിയോട് പറയണം. അതുകൊണ്ട് മാത്രമാണിപ്പോൾ ജലജയും നവ്യൊക്കെ ഈ രീതിയിൽ നമുക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതെന്ന് ജാനകി പറയുമ്പോൾ ദേവയാനി മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് നന്ദുവിനെ കാണാൻ വരുക. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ആരായി വന്നിരിക്കുന്നത്, വാ ഇരിക്കുന്നു പറഞ്ഞ് അവരെ അവിടെ പിടിച്ചിരുത്തി നന്ദു. അപ്പം ഞങ്ങൾ മേഡത്തിൻ്റെ മകനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്ന് നന്ദു അവരോട് പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ കള്ളക്കടത്തിൻ്റെ ഒരു കണ്ണിയാണ് ലോക്കപ്പിൽ കിടക്കുന്ന ആൾ. അയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന കാര്യം നന്ദു ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അയാൾ പുറത്ത് നിന്നാൽ അതിന് തടസ്സമാണെന്ന് പറഞ്ഞപ്പം മേഡം ഞങ്ങളെ നിയമമൊന്നും പഠിപ്പിക്കണ്ട എന്നും വക്കീൽ പറയുമ്പം നിയമം പഠിപ്പിക്കണ്ട, കാരണം നിയമം അറിയുന്ന ആളാണല്ലോ സാറ് എന്ന് നന്ദു പറയുക കേട്ടോ. അപ്പോൾ പിന്നെ ജാമ്യം വേണോ എന്നൊക്കെ പറഞ്ഞാലോ, ഇത് ജാമ്യം കിട്ടുന്ന കേസാണോ എന്ന് നന്ദു ചോദിച്ചു. ഇവിടെ കണ്ണി കണ്ട കള്ളനും കൊലപാതകയ്ക്കും വരെ ജാമ്യം കിട്ടുന്നുണ്ട്, പിന്നെ എന്താ എൻ്റെ മോന് കിട്ടാത്തതെന്ന് ജലജ ചോദിക്കുമ്പം നിങ്ങളുടെ മോനങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നും ഇവിടെ തരാൻ പറ്റത്തില്ല, ഇവിടെ ഇല്ല. ജാമ്യം കിട്ടാത്ത കേസിൽ അത് കൊടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. നീയേ മോനപൂർവ്വം ജാമ്യം കൊടുക്കാത്തതാണെന്ന് ജലജ പറയുമ്പം ജലജെ ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ ബന്ധവും സ്വന്തമൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനിരിക്കുന്ന കസാരയെ ബഹുമാനിച്ച് വേണം സംസാരിക്കാനെന്ന് നന്ദു പറയുമ്പോൾ എന്നാൽ പിന്നെ സാറേന്നോ മേഡോ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഒന്നും വിളിച്ചില്ലെങ്കിലും ശരി വീട്ടിൽ സംസാരിക്കുന്നത് പോലെ ഇവിടെ സംസാരിക്കരുത്, അങ്ങനെ വന്നാൽ നിങ്ങളെ പിടിച്ചും ഞാൻ അകത്തിടുമെന്ന് പറഞ്ഞു നന്ദു. എല്ലാവരും പിടിച്ച് അകത്തിട്, എൻ്റെ മോനോടൊപ്പം ഞാനും ലോക്കപ്പിൽ കിടന്നോളാമെന്ന് ജലജ പറയുമ്പം അങ്ങനെ കിടക്കേണ്ടവരാണ് നിങ്ങളുടെ മോനെ നിങ്ങളാണല്ലോ ഇങ്ങനെ ആക്കി തീർത്തതെന്ന് നന്ദു അന്നേരം ചോദിച്ചു. അവനെ ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ ചുറ്റുപാടുകളും ഉണ്ട്, ജോലിക്ക് പോയില്ലെങ്കിൽ പോലും നന്നായി ജീവിക്കാൻ അവനെ കൊണ്ട് സാധിക്കും. എന്നിട്ട് അവൻ കാണിച്ച പണികളുണ്ടല്ലോ അത് ദൈവത്തിന് പോലും നിരക്കാത്ത കാര്യങ്ങളാണെന്ന കാര്യം നന്ദു ഇങ്ങനെയും ജലജയോട് പറയണം. ഇതൊന്നും അല്ല, അമ്മ മോനെ പറ്റി അറിയാനേ ഇനിയും ഒരുപാടുണ്ടെന്ന് പറയുമ്പം നീയേ എൻ്റെ മോനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തരണ്ട എന്ന് ജലജ പറയുമ്പം എന്തായാലും നിങ്ങളുടെ മോന് ജാമ്യം തരാൻ പറ്റത്തില്ല എന്ന് അടിവര ഇട്ടുകൊണ്ട് നന്ദു ജലജയോട് പറഞ്ഞു. ജലജ ഇങ്ങനെ മെഴുങ്ങസിയാന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്നിടത്ത് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നന്ദി.